യുദ്ധ നിയമങ്ങൾ ലംഘിക്കാൻ പാണ്ഡവരെ അനുവദിക്കുന്ന കൂടുതൽ യുക്തിസഹീകരണത്തിനും ഈ അരുംകൊല കാരണമാകുന്നു. ആയുധമില്ലാത്ത ദ്രോണരെയും രഥരഹിതനായ കർണനെയും അവർ വധിക്കും. ഒരു യാദവ യോദ്ധാവായ സത്യകിക്കെതിരെ വിജയിക്കാൻ ഒരുങ്ങിയ ഭൂരിശ്രവസ് എന്ന കൗരവ യോദ്ധാവിൻ്റെ കൈ ഛേദിച്ച് ഒരു ദിവസത്തിന് ശേഷം അർജുനൻ തന്നെ യുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്നു. കരം നഷ്ടപ്പെട്ടതിന് ശേഷം ഭൂരിശ്രവസ് സ്വയം അർജുനനോട് പരാതിപ്പെടുകയും ക്രൂരത ആരോപിക്കുകയും അർജുനൻ ലംഘിച്ച യുദ്ധ നിയമങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. രണഭൂമിയിലെ മറ്റ് യോദ്ധാക്കളും ഈ പ്രവൃത്തിയോട് തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മിത്രങ്ങളാരും തൻ്റെ അസ്ത്രപരിധിയിൽ ഒരിക്കലും മരിക്കാൻ അനുവദിക്കില്ലെന്ന് താൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും കൗരവർ തൻ്റെ മകനായ അഭിമന്യുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാണിച്ച് അർജുനൻ സ്വയം പ്രതിരോധിക്കുന്നു. ഭൂരിശ്രവസ് ലജ്ജയോടെ തലതാഴ്ത്തിയപ്പോൾ സത്യകി അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം നടത്തി. ആ പ്രവൃത്തിയും സാർവത്രികമായി അപലപിക്കപ്പെട്ടതിനാൽ തൻ്റെ പ്രവൃത്തിയെ പ്രതിരോധിക്കാൻ സത്യകി നിർബന്ധിതനാകുന്നു. അർജുനനെ പോലെ തന്നെ സത്യകി അഭിമന്യുവിൻ്റെ ഹത്യയെ പരാമർശിക്കുകയും അവൻ പൈതലാണെന്നും നിരായുധനാണെന്നും ഊന്നിപ്പറയുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അന്ന് നിങ്ങളുടെ ധർമ്മം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് കൗരവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അഭിമന്യുവിനെ അധാർമികമായി കൊലപ്പെടുത്തിയപ്പോൾ ഈ അവകാശവാദം നഷ്ടപ്പെട്ടതിനാൽ ഭൂരിശ്രവസിനെ വധിച്ചതിൽ പ്രതിഷേധിക്കാൻ കഴിയില്ലെന്ന വസ്തുത അംഗീകരിക്കുന്നതായി കൗരവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു.